ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് കാലത്തിൻ്റെ 1-ാം ഞായർ. തൻ്റെ ഹൃദയത്തിലേക്ക് തിരികെ വരാൻ നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നെന്നറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്നു കരുതിയ നേട്ടമെല്ലാം സൗഭാഗ്യമാകില്ല എന്നോർത്തു മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സമർപ്പണത്തിൻ സമയമായി. സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോടു ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവേർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. തിരിച്ചുവരവിൻ്റെ ആഹ്വാനമാണ് നോമ്പ്. നോമ്പിൻ്റെ ആദ്യ ഞായറാഴ്ച, പേതൃത്വ ഞായറാഴ്ച, നോമ്പിൻ്റെ കവാടത്തിങ്കൽ നമ്മൾ നിൽക്കുന്ന ഈ ദിവസം ജോയേലിൻ്റെ പുസ്തകം 2:12 ഇപ്പോഴെങ്കിലും തിരിച്ചു വരൂ എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ സ്വരത്തിന് നമുക്കാതോർക്കാം. പാടി പ്രാർത്ഥിച്ചതുപോലെ ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. ഏറെ മുറിവുകളിലൂടെ കടന്നു പോകുന്ന ജനത്തോടാണ് ജോയേൽ സംസാരിക്കുന്നത്. ദുരന്തങ്ങൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട് മുറിവേറ്റ ഒരു സമൂഹത്തോട് ജോയേൽ പറയുന്നു, ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് നൗ കർത്താവിലേക്ക് തിരിയുക. നോമ്പ് കുറ്റപ്പെടുത്തലല്ല, നോമ്പ് തുറന്നിട്ട വാതിലാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മെ തന്നെ തുറന്നിടുന്ന ദിവസങ്ങളാക്കി ഈ നോമ്പിനെ നമുക്ക് മാറ്റാം. നോമ്പ് പരിപൂർണരാകാനുള്ള ശ്രമവുമല്ല കേട്ടോ, നോമ്പ് തിരികെ വരാനുള്ള കാലമാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് വീണുപോയെന്നോ എവിടെ വീണുപോയെന്നോ അല്ല, തിരിച്ചു വരാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് മാത്രമാണ്. ഒരു തിരിച്ചുവരവിന് ഏറ്റവും നല്ല നേരം ഈ പ്രഭാതമല്ലേ? ഇന്ന് ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം തിരുമുമ്പാകെ നമുക്ക് ഏറ്റുപറയാൻ പറ്റണം, കർത്താവേ, ഒരു തിരിച്ചുവരവിൻ്റെ വഴിയിലേക്ക് ഞാനും നടന്നു കയറട്ടെ. ഒരു മാറ്റത്തിൻ്റെ നാളുകളായി ഈ നോമ്പുകാലം മാറട്ടെ. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: God is more eager to forgive than we are to ask. God is more eager to forgive than we are to ask. നമ്മൾ ക്ഷമ ചോദിക്കുന്നതിനേക്കാൾ നമ്മോട് ക്ഷമിക്കാൻ വെമ്പി നിൽക്കുന്നൊരു ദൈവത്തെ തിരിച്ചറിയണമെന്ന്. നമ്മൾ ക്ഷമ ചോദിക്കുന്നതിന് മുമ്പേ നമ്മോട് ക്ഷമിക്കാൻ ആഗ്രഹത്തോടെ നിൽക്കുന്നൊരു ദൈവത്തെ നമുക്ക് ഈ നോമ്പ് കാലത്ത് തിരിച്ചറിയാം. നോമ്പിൻ്റെ ആരംഭം ഏറ്റുപറച്ചിലാണ്, കർത്താവേ, ഞാൻ തിരികെ വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നോമ്പ് കാലത്തിലേക്ക് ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ പ്രവേശിക്കട്ടെ. തിരിച്ചുവരവിൻ്റെ ചുവടുകൾ ഞങ്ങൾ വെച്ചു തുടങ്ങട്ടെ. ഏറെ വ്യഗ്രതയിൽ അലഞ്ഞുപോയ ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ
നിന്നിലേക്ക് ഞങ്ങൾ തിരികെ കൊണ്ടുവരട്ടെ ഈശോ. കർത്താവേ, എല്ലാം പുതിയതായി ഒന്ന് തുടങ്ങാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.